നമ്മുടെ ഉമ്മത്തില് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിലെ ആദ്യത്തെ രക്തസാക്ഷി ഒരു പുരുഷനല്ല, അത് മഹദിയായ സുമയ്യ ബീവിയാണ്. സ്ത്രീകൾക്കാകമാനം പ്രചോദനമാണ്, വിശ്വാസി സമൂഹത്തിന് പ്രചോദനമാണ്. പ്രവാചകനിൽ വിശ്വസിച്ചു ഒരൊറ്റ കാരണത്താൽ ഉമ്മാനെയും വാപ്പാനെയും മകനെയും 3 പേരെയും കെട്ടിയിട്ട് മർദ്ദിച്ചു. ഉമ്മ സുമയ്യയും ഭർത്താവ് യാസിറും മകന് അമ്മാറിനെയും കെട്ടിയിട്ട് മർദ്ദിക്കുകയാണ്. സഹിക്കാൻ പറ്റോ? സ്വന്തം ഉമ്മയുടെ മുന്നിൽ മകന്റെ ഔറത്ത് കാണിക്കുക, സ്വന്തം മകന്റെ മുന്നിൽ ഉമ്മയെ വിവസ്ത്രയാക്കി നിർത്തുക. എന്തിന്റെ പേരിൽ? വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ. ഇന്നും ലോകത്ത് അങ്ങനെയാണ്. വിശ്വാസികൾ മുഴുവനും ഭീകരവാദികളാണ്, അവർ മുഴുവനും തീവ്രവാദികളാണ്, അവർ മതമൗലികവാദികളാണ് എന്ന് പറയുന്നവരെ ആലോചിക്കണം. ചരിത്രത്തിൽ ഒരു ഘട്ടത്തിൽ പോലും വിശ്വാസി സമൂഹം മറ്റൊരു മതസമൂഹത്തിന്റെ മെക്കെട്ട് കയറിയിട്ടില്ല, ഒരിക്കലും കയറിയിട്ടില്ല. കാരണം അങ്ങനെ കയറാൻ പാടില്ല എന്നതുകൊണ്ടാണ് സുമയ്യ ബീവിയെ സ്വന്തം ഭർത്താവിന്റെയും മകന്റെയും മുന്നിൽ വിവസ്ത്രയാക്കി നിർത്തി അങ്ങേയറ്റം വഷളത്തരത്തിലേക്ക് തള്ളിവിട്ടപ്പോ റസൂൽ ഈ കാഴ്ച കാണുന്നുണ്ട്. ഇസ്ബിർ യാ ആല യാസിർ, യാസിർ കുടുംബമേ സഹിക്കൂ, ക്ഷമിക്കൂ. നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത് സ്വർഗമാണ്. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ദുനിയാവിൻ്റെ ചില സുഖങ്ങളും ചില താല്പര്യങ്ങളും നമ്മുടെ കൺമുന്നില് അത് മൊബൈലിൻ്റെയും മറ്റും രൂപത്തിൽ നൃത്തമാടുമ്പോൾ ആ വർണ്ണ കാഴ്ചകൾക്ക് മുമ്പിൽ വീണു കൊടുക്കല്ലേ. മനസ്സിനെ കരുത്തുള്ളവരാക്കൂ. ഞാൻ തീരുമാനിക്കും ഞാൻ എന്ത് കാണണം, ഞാൻ തീരുമാനിക്കും ഞാൻ എന്ത് പ്രവർത്തിക്കണം. മനസ്സിനെ അമ്മാറത്തിലേക്ക് തള്ളിവിടുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് നൽകിയിട്ടുള്ള സുവർണാവസരമാണ് പരിശുദ്ധ ഖുർആൻ.